നമസ്കാരം. എൻഫോ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് എടത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടി. വരന്തരപ്പള്ളിയിൽ യുവാവിനെ ചുറ്റിക അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയായ ജിതിനെ പിടികൂടി റിമാൻഡ് ചെയ്തു. കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ UDF സർക്കാരിന് ആശംസകൾ അറിയിച്ച് രാഹുൽ ഗാന്ധി. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ്. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിടിച്ച് യുവാവ് മരിച്ചു. 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി അറിയാം. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയെ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നാലെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ചു. നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം വേദിയിൽ ഇരുന്നാൽ മതിയെന്നായിരുന്നു ലോക് ഭവന്റെ നിർദ്ദേശം. എന്നാൽ മുഖ്യമന്ത്രി ലോക് ഭവനുമായി സംസാരിച്ചതിനെ തുടർന്നാണ് നേതാക്കൾക്ക് വേദിയിലിരിക്കാൻ സാധിച്ചത്. പ്രതിപക്ഷത്തു നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ സത്യപ്രതിജ്ഞ കാണാനെത്തി. മുഖ്യമന്ത്രിയുടെ ക്ഷണം പ്രകാരമാണ് പ്രതിപക്ഷ നേതാക്കൾ എത്തിയത്. അതേസമയം നിയുക്ത BJP MLA V മുരളീധരൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു. കോൺഗ്രസ് മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, റോജി M ജോൺ, T സിദ്ദിഖ്, OJ ജനീഷ്, KA തുളസി എന്നിവരും മുസ്ലിം ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ, VE അബ്ദുൾ ഗഫൂർ എന്നിവരും ഘടകകക്ഷികളായ CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് എടത്തുരുത്തിൽ യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ അയൽവാസിയും സുഹൃത്തുമായ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തുരുത്തി അയ്യമ്പടി കനാൽ കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപം വട്ടപ്പുള്ളി വീട്ടിൽ 48 വയസ്സുള്ള അനീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയും സുഹൃത്തുമായ അയ്യമ്പിള്ളി കൊട്ടാരത്തിൽ വീട്ടിൽ അനൂപിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് അക്കാദമിയിലെ താൽക്കാലിക പാചക തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട അനീഷ്. പ്രതിയായ അനൂപ് കോൺക്രീറ്റ് തൊഴിലാളിയാണ്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ അനീഷിന്റെ വീടിന് മുന്നിലെ റോഡിലായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ അനീഷും അനൂപും ഉൾപ്പെടെ 5 അംഗ സുഹൃത്തുക്കൾ അയ്യമ്പടിയിലെ സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ അനീഷും അനൂപും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ അനൂപ് അനീഷിനെ ആക്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അനീഷിന്റെ വയറ്റിൽ കുത്തുകയുമായിരുന്നു. കുത്തേറ്റ അനീഷിന്റെ നിലവിളി കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ജ്യേഷ്ഠൻ സന്തോഷും പരിസരവാസികളും ഓടിയെത്തി ഉടൻ തന്നെ ആംബുലൻസിൽ വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തെങ്കിലും മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യേ അനീഷ് മരണപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി അനൂപിനെ അയ്യമ്പടി ഉന്നതിയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്.
വരന്തരപ്പള്ളിയിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ജിതിനെ പിടികൂടി റിമാൻഡ് ചെയ്തു. സുഹൃത്തിനെ കാണിച്ചു കൊടുക്കാത്തതിലുള്ള വിരോധത്തിൽ യുവാവിനെ വീട്ടുമുറ്റത്ത് വെച്ച് ചുറ്റിക കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡിയെയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വരന്തരപ്പള്ളി കോരനോടി കമ്പുഴ വീട്ടിൽ ജിതിനെ പോലീസ് പിടികൂടി. കേസിലെ പ്രതിയായ ചേലുകാരൻ വീട്ടിൽ അശ്വിൻ രാജിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാർച്ച് 29-നായിരുന്നു സംഭവം. വരന്തരപ്പള്ളി വില്ലേജിൽ നൂറുകുളം ദേശത്ത് കട്ടിപ്പറമ്പൻ വീട്ടിൽ ക്രിസ്റ്റോ എന്ന യുവാവിനാണ് മർദ്ദനമേറ്റത്. പ്രതികൾക്ക് ക്രിസ്റ്റോയുടെ ഒരു സുഹൃത്തിനോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നു. ഈ സുഹൃത്തിനെക്കുറിച്ച് ചോദിച്ചാണ് പ്രതികൾ നൂറുകുളത്തുള്ള ക്രിസ്റ്റോയുടെ വീടിന് മുന്നിലെത്തിയത്. എന്നാൽ സുഹൃത്തിനെ കാണിച്ചു തരാൻ ക്രിസ്റ്റോ തയ്യാറാകാതിരുന്നതോടെ പ്രതികൾ അക്രമാസക്തരാവുകയായിരുന്നു. വീടിന് മുന്നിലെ റോഡിൽ വെച്ച് ക്രിസ്റ്റോയെ തടഞ്ഞു നിർത്തി പ്രതികൾ പരസ്യമായി മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് തലയ്ക്കും ശരീരത്തിനും അടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. അക്രമത്തിന് ശേഷം പ്രതികൾ സ്ഥലത്ത് നിന്ന് മുങ്ങി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജിതിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വരന്തരപ്പള്ളി പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ ഊർജിത തിരച്ചിലിനൊടുവിലാണ് പിടികൂടിയത്. കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ UDF സർക്കാരിന് ആശംസകൾ അറിയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ ജനങ്ങളാണ് ഈ സർക്കാരിന് വേണ്ടി പോരാടിയതെന്നും അവരുടെ ശബ്ദമായിരിക്കും സർക്കാരിനെ നയിക്കുകയെന്നും രാഹുൽ പറഞ്ഞു. VD സതീശൻ ജിക്കും മുഴുവൻ മന്ത്രിസഭയ്ക്കും അഭിനന്ദനങ്ങൾ. അവർ ഇനി ഓരോ കേരളീയന്റെയും ശബ്ദത്തെ പ്രതിനിധീകരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി കുറിച്ചത്. VD സതീശൻ മന്ത്രിസഭയെ അഭിനന്ദിച്ചുള്ള കുറിപ്പിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. പ്രചരണത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ KC വേണുഗോപാലിന് നന്ദി എന്നാണ് രാഹുൽ കുറിച്ചത്. വിജയം ഈ പ്രചരണത്തിൽ അക്ഷീണം ത്യാഗം ചെയ്ത ഓരോ UDF പ്രവർത്തകനും അവകാശപ്പെട്ടതാണെന്നും രാഹുൽ കുറിച്ചു. UDFന്റെ സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ചു. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ്. മഴയുള്ളപ്പോൾ വാഹനം പതിയെ ഓടിക്കണമെന്നും അകലം പാലിച്ചുള്ള ഡ്രൈവിംഗ് ആണ് സുരക്ഷിതമെന്നും MVD കുറിക്കുന്നു. റോഡിൽ വെള്ളക്കെട്ടുള്ളപ്പോൾ അതിനു മുകളിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കരുത്. ഇത് അത്യന്തം അപകടകരമായ ജലപാളി പ്രവർത്തനത്തിന് കാരണമായേക്കാം. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വാഹനങ്ങളിൽ നിന്ന് അകലം പാലിച്ചു ഓടിക്കണം. വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങളിലൂടെയോ റോഡിലൂടെയോ ഡ്രൈവ് ചെയ്യരുത്. ശക്തമായ മഴയത്ത് മരങ്ങളോ മറ്റ് ഇലക്ട്രിക് ലൈനുകളോ ഇല്ലാത്ത റോഡരികിൽ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഓൺ ചെയ്ത് സുരക്ഷിതമായി പാർക്ക് ചെയ്യുക. മഴക്കാലത്ത് സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത് വാഹനം തെന്നി മാറുന്നത് ഒഴിവാക്കും. തീർത്തും ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വെള്ളക്കെട്ടിലൂടെ പോകേണ്ടി വരുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ മാത്രം ഓടിക്കുക. ഈ അവസരത്തിൽ വണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങി തള്ളി മാറ്റാൻ ശ്രമിക്കണം. മഴക്കാലത്ത് ട്രാഫിക് ബ്ലോക്ക് കൂടും. വേഗത കൂട്ടാതെ സമയം കണക്കാക്കി മുൻകൂട്ടി യാത്ര തിരിക്കുക. പാർക്ക് ചെയ്തിട്ടുള്ള വാഹനത്തിൽ വെള്ളം കയറിയെങ്കിൽ ഒരു കാരണവശാലും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കരുത്. സർവീസ് സെന്ററിൽ അറിയിക്കുക. വാഹനത്തിന്റെ ടയർ അടക്കമുള്ള ഭാഗങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തണം. മഴക്കാലത്ത് ഗൂഗിളിനെ മാത്രം ആശ്രയിച്ച് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നു. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. അപകടത്തിൽ യുവാവിന്റെ ബന്ധുക്കളായ 3 പേർക്ക് പരിക്ക്. തളിക്കുളം പുളിപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. കാർ യാത്രികരായ വയനാട് വെള്ളമുണ്ട സ്വദേശി കവരവീട്ടിൽ മുസ്തഫയുടെ മകൻ 20 വയസ്സുള്ള മുജീബ് റഹ്മാനാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന മുജീബിന്റെ സഹോദരൻ നജീബ് റഹ്മാൻ, ഇവരുടെ മാതാവ്, സഹോദരി എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വയനാട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുജീബ് റഹ്മാനെ ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ 5 മണിയോടെ മരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ.
നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 65 രൂപ കുറഞ്ഞു. ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് എടത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടി. വരന്തരപ്പള്ളിയിൽ യുവാവിനെ ചുറ്റിക അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയായ ജിതിനെ പിടികൂടി റിമാൻഡ് ചെയ്തു. കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ UDF സർക്കാരിന് ആശംസകൾ അറിയിച്ച് രാഹുൽ ഗാന്ധി. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ്. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് യുവാവ് മരിച്ചു, 3 പേർക്ക് പരിക്ക്. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.